കൈരളിയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE. നമ്മുടെ രാമചന്ദ്രൻ. നമുക്ക് തുടങ്ങാം. അപ്പൊ ഓൾറെഡി നമ്മൾ 2 ടീം ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി 2 ടീമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡിഷ് എടാ നവീനെ, ഞങ്ങള് അറിയാലോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നേക്കുന്നുണ്ട്, നസ്രാണികളാണ്. അപ്പൊ നസ്രാണികൾക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. അപ്പോ ഞങ്ങളുടെ മാത്രമല്ല, ഈ ഇപ്പൊ ഒരു വൈറലാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ബീഫ് സ്റ്റ്യൂ ആണ് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ നാടൻ ക്രിസ്ത്യാനികളുടെ ഒരു എന്താണ് ഡെയിലി റെസിപ്പി എന്ന് പറഞ്ഞ പോലത്തെ ഉള്ളൊരു സാധനമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ. അപ്പോൾ യുവർ ചോയ്സിൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അതല്ലാതെ വേറെ ഒരു ചോയ്സും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ബീഫ് സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ. നമുക്ക് ഞങ്ങൾ ഏത് ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഈസ്റ്റർ വന്നു കഴിഞ്ഞാലും, ക്രിസ്മസ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇത് വേണം. ഓണം വന്നാലും ഇല്ലേ, ചിലപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ബീഫ് ഉച്ചക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ ഒരു ചെറിയ ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കും. അതെ, അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ബീഫായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം. അപ്പൊ നമുക്കിത് തുടങ്ങിക്കളയാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ഇത് വെച്ചു, കത്തിച്ചു, മിനോൾട്ടയുടെ പാത്രത്തിലെ ഞങ്ങൾ എല്ലാം കുക്ക് ചെയ്യും. ഐശ്വര്യമുള്ള പാത്രമാണ്. അപ്പൊ അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഒരു കുരുമുളക് ഒരിത്തിരി അങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതെ നമ്മൾ ഇത് ചൂടായിട്ടോ, കുരുമുളക് ഇട്ടിരിക്കുകയാണ്. ഒരു 3-4 ഒരു എന്താണ് കറിയാമ്പൂ ഇട്ടും അത് ഇട്ടു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കണക്കല്ല കേട്ടോ, നമ്മളൊരു കൈക്കണക്കാണ് ഇതൊക്കെ. ഒട്ടും ഇതിങ്ങനെ ഇത്ര വേണം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇല്ല. ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങോട്ട് ഇടലാണ്. ഞാൻ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പട്ടയും കൂടി ഇടും. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പട്ട ഇട്ടപ്പോഴാണ് പൊട്ടി തുടങ്ങി. അതെ, ഇപ്പൊ ഗ്രാമ്പൂ, പട്ട, കറിയാമ്പൂ, ഏലക്ക കഴിഞ്ഞു അല്ലേ, എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് ഇത് പൊട്ടി കഴിഞ്ഞു, കാരണം നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെച്ചു. അപ്പൊ എല്ലാം കരിഞ്ഞു പോകും. അപ്പൊ അതിലേക്ക് നമ്മളിതാ നമ്മുടെ സവാള കുറച്ച് മുറിച്ചിട്ടുണ്ട്. സവാള ആഡ് ചെയ്യും. നമുക്ക് കുറച്ച് ബീഫുള്ള അപ്പൊ അത്ര മതി സവാള. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പെട്ടെന്ന് എല്ലാവരുടെയും അറിയാവുന്ന അതാണ്. ഇത് ഇതിന് കുറച്ച് ഉപ്പ് വേറി കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ്, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ടിട്ടാൽ മതി. അതെ, ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബേ ലീവിന്റെ ഒരു ഇതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലേവേഴ്സ് ആണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ നമ്മുടെ ബീഫിന് ആവശ്യമുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ടു. ഓക്കെ, ഞാൻ ആ വേവിച്ചപ്പോൾ ഒരു 2 ചോള ഇട്ടിട്ടുണ്ട്, ബാക്കി ഇത്ര ഇട്ടു. പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, കയ്യിൽ തുടരണം കാരണം പിന്നെ എരിവ് ഞാൻ കണ്ണിലൊക്കെ കൊണ്ടു പിടിക്കും. ഓക്കെ, അപ്പോൾ പച്ചമുളക് ഒരു ഇത്രയും പച്ചമുളക് ഇട്ടു. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി. ഓക്കെ, ഇഞ്ചിക്കൂട്ടനൊക്കെ അത്യാവശ്യം വേണം ബീഫിൽ. അപ്പോൾ ഓക്കെ, അത് ഇട്ടു. നമ്മുടെ മെയിൻ സാധനം കറിവേപ്പിലയും ഇട്ടു. ഇനി അങ്ങോട്ട് ഇളക്കലോട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. തീ കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബീഫ് വേവിച്ച് വെച്ചു, ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ച് വെച്ചു, ഇത്രയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചു. പിന്നെ നല്ല തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയുടെ നല്ല ഇടപ്പാലിൽ വേവിച്ച് വെച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് മേക്കർ എന്താണെന്ന് അറിയാമോ? തേങ്ങാപ്പാലാണ് സ്റ്റൂവിനെ എവിടേക്കോ കൊണ്ടുപോകുന്നത്. അതെ, അപ്പൊ ഇതിന് നമ്മൾ 2 അപ്പം, എനിക്കിഷ്ടം സ്റ്റൂവും അപ്പമാണ്, ഇവനിഷ്ടം എനിക്കിഷ്ടം ബ്രെഡാണ്. നല്ല സ്റ്റീംഡ് ബ്രെഡ് ആണെങ്കിൽ അപ്പൊ ഞങ്ങൾ അതെ, അപ്പൊ ഞങ്ങളുടെ 2 പേരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിഷമം വേണ്ടല്ലോ, 2 പേരുടെ ചോയ്സ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അല്ലെ, വേറെ കാര്യം പറയാം, എനിക്ക് 2 മക്കളാണ്, മോളും മോനും. മോനിപ്പോ 7ാം ക്ലാസ്സിലാണ്. പക്ഷെ എന്റെ മമ്മിയാണ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നത്. മമ്മി കൊച്ചിക്കാരിയാണ്, അപ്പൊ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പിന്നെ രക്ഷയില്ല. അപ്പൊ അതേ പാരമ്പര്യം പിന്തുടർന്ന് ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ വേണം. അതെ, പ്രത്യേകിച്ച് അച്ചാറ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും നിർബന്ധിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതൊരു ഇഷ്ടമാണ് അത് വരുന്നത്, നല്ലത്. അവരെ പ്രൊമോട്ട് ചെയ്യണം അതിന്. വഴറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ
കോൺഫ്ലോർ ഒന്ന് അതിന്റെ കാരണം ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു ഇത്തിരി തിക്കായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ഈ ഭയങ്കര ഇതായിട്ട് കിടക്കരുത്, മനസ്സിലായില്ല. അപ്പൊ അതിനൊന്ന് ഇതിങ്ങനെ ഒന്ന് കോൺഫ്ലോറിന് ഒന്ന് ഇതിലൊന്ന് കലക്കിയിട്ട് എടുക്കെടുക്ക് മോനെ, എടുത്തോടാ, വന്ന് തട്ടിക്കോ, ധൈര്യമായിട്ട് ഒഴിച്ചോ മോനെ, പതുക്കെ ഒഴിക്കട്ടെ. ആ കേട്ടോ, ഒഴിച്ചോ. ആ ഇനി കമത്തിക്കോ, അങ്ങോട്ട് കമത്തിക്കോ. എല്ലാം നല്ല പാകത്തിന് വെന്ത്, ബീഫും നമ്മുടെ ഉരുളക്കിഴങ്ങും ഇതെല്ലാം നല്ല പാകത്തിന് വെന്ത് ഇടപ്പാൽ ഒഴിക്കുകയാണേ. തലപ്പാൽ ഇവിടെ ലാസ്റ്റാണ്. അപ്പൊ നമ്മുടെ ഇനി ഇടപ്പാൽ ഞാൻ വേവിച്ചതും ഇടപ്പാലിൽ തന്നെയാണ്, പച്ചവെള്ളത്തിൽ വേവിച്ചില്ല. ഓക്കെ, ഉപ്പ് പോരാ. ഉപ്പ് ചേച്ചി നോക്കിക്കോട്ടെ, ഉപ്പില് അല്ല എന്തൊക്കെ നമ്മൾ ചേച്ചി എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഉപ്പ് കഴിക്കുന്നു. അത് പക്ഷെ ഒരു കാര്യമുണ്ടടാ, ഈ ടേസ്റ്റ് എന്ന് പറയണം, നമുക്ക് ചിലപ്പോൾ ഉപ്പിടാതെ നമ്മൾ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ, ആ കറക്റ്റ് പാകത്തിൽ വരുമ്പോഴേ ടേസ്റ്റ് അറിയുള്ളൂ. പക്ഷെ എന്താ പറയുക, ഞാൻ എന്റെ ശീലമാണ് ഒന്ന് തിളച്ചു വരണോ അല്ലേ, അതായത് ഇപ്പൊ പച്ചവെള്ളത്തിന്റെ ഒരു ഇതിലേക്കല്ലേ തിളച്ചു വരട്ടെ. തിളച്ചു വന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്ത് നമുക്ക് ഈ കാഷ്യൂം മുന്തിരിയൊക്കെ ഒന്ന് ഇത് വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതും കൂടി വന്നാലേ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിനിഷിങ്ങിലോട്ടാവും. ഈ ഏകദേശം ചട്ടി ഇവിടെ ഓക്കെ ആയിട്ടുണ്ടല്ലേ. കുറച്ച് നെയ്യിട്ടേക്കാം. ഒരുപാട് ആവരുത്, ജസ്റ്റ് ഒന്ന്. ഇത് അധികം ഇതായാലേ കരിഞ്ഞും ഇതിന്റെ ഈ ഒരു അത് വീർക്കുമ്പോ തന്നെ ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, ഏകദേശം നല്ല ആ മുന്തിരിയൊക്കെ ഒന്ന് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരിധി, അതിന്റെ കറക്റ്റ് ഭാഗം അതാണ്. ഇനി നമ്മൾ അടുത്തത് നമ്മളത് എത്ര ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് ബീന ചേച്ചി, എത്ര കൊല്ലമായിട്ടുള്ളൊരു നമ്മുടെ ഡിഷാണല്ലേ ബീഫ് സ്റ്റൂ. ഇത് ആ നെയ്യും കൂടി നമുക്ക് ഒഴിക്കും. ഇതിനകത്ത് ഇരുന്നാൽ ചിലപ്പോഴേ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇത് നമുക്ക് തലപ്പാൽ, കാരണം ഇതെല്ലാം വേവിച്ച് വെച്ചേക്കണോണ്ടേ ജസ്റ്റ് ഒന്ന് തിളക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ തലപ്പാലും കൂടി ഒഴിച്ചു കേട്ടോ. ഇപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫോർമേഷനിൽ ഏകദേശം തീർന്നു. നമ്മൾ അടപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനി മെയിൻ സാധനം ഞങ്ങളുടെ അടുത്ത് കൊട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നമ്മൾ ഫ്രഷ് നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അയ്യോ അപ്പം ഉണ്ടാക്കാം. അയ്യോ അത് വിട്ടുപോയല്ലോ പറഞ്ഞു. ചെറിയൊരു ചേഞ്ച് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കല്ലപ്പം എടുത്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കല്ലപ്പവും ബീഫ് സ്റ്റൂവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നെയ്യൊക്കെ ഇട്ട് കല്ലപ്പത്തിന്റെ മുകളിൽ കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രണ്ട് സാധനങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഷെഫ് വന്ന് നോക്കിയാൽ മാത്രം മതി. വെയിറ്റിംഗ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE. നമ്മുടെ രാമചന്ദ്രൻ. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? ബീഫ് സ്റ്റൂവും അപ്പവും ടേസ്റ്റ് ചെയ്യാം. വെൽക്കം. അതെ, അനീഷേട്ടാ കൊതി വരണു. ഉപ്പ് കിട്ടിയ നമുക്ക് ആദ്യം ചുറ്റിയിട്ട് തുടങ്ങാൻ. നല്ലത് കാണുമ്പോൾ ഒരു
സ്കൂളിലൊക്കെ കുട്ടികളെ മോണാക്ടെ പഠിപ്പിച്ച് സ്റ്റേജ് കയറ്റി വിടുന്നു. എന്നിട്ട് നമുക്ക് ടെൻഷനാണ് പാരൻസിന്. അത് കണ്ടോ? അല്ല ഇതൊരു സത്യത്തിലൊരു ടെൻഷനാണ്. നല്ല ടേസ്റ്റ്. പുണ്യം കിട്ടും. പക്ഷെ എന്റെ ശാപം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷെ ഇത് അപ്പം അല്ലല്ലോ മീന ചേച്ചി. കല്ലപ്പം. പക്ഷെ അത് അപ്പം എന്ന് എഴുതിയേക്കണം. അതെ, കല്ലപ്പം എന്നാണ്. അതെന്നറിയുമോ, അപ്പത്തിന്റെ ബാറ്ററാണ് നമ്മൾ വെച്ചത്. പക്ഷെ കുറച്ച് ബാറ്ററിന് ഒരു ചെറിയ ഒരു ഇത് കൺസിസ്റ്റൻസിയുടെ പ്രശ്നം വന്നു. അപ്പം കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ ഞങ്ങള് എന്നിട്ട് ഇതിൽ പറഞ്ഞു കല്ലപ്പം ആക്കി ഞങ്ങള്. അപ്പമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പവും ബ്രെഡും റെഡിയാക്കാൻ കിട്ടിയില്ല, ആവി കയറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രെഡിനെക്കാട്ടിയും നല്ലത് അപ്പം തന്നെയാണ്. നല്ല കോമ്പിനേഷൻ. അത് കല്ലപ്പം. ഞാൻ വിചാരിച്ചു ഇനി പേര് മാറിപ്പോയതാണോ. അല്ലേ, കല്ലപ്പം. അപ്പോൾ കല്ലപ്പവും ബീഫ് സ്റ്റൂവും. അപ്പം നല്ല ഡെലീഷ്യസ് ആയിട്ടുണ്ട് അല്ലേ, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ബേസിക്കലി അതിൻ്റെ നോട്ട്സ് ഒന്നും ഓവർ പവർ ചെയ്യുന്നില്ല അല്ലേ. കഴിച്ചിട്ട് ഒന്നും സാധാരണ സ്റ്റൂ ഒക്കെ ചെയ്യുമ്പോൾ ഏലക്കൊക്കെ വരിയിട്ട് ഒന്നുമില്ല, നല്ല മൈൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി ഇത് കല്ലപ്പം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊടിക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പുറത്ത്, അപ്പത്തിന്റെ പുറത്ത്. അപ്പൊ നവീൻ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സൂപ്പർ. അപ്പം ചുട്ടത് നവീനാണോ? ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. വിട്ടുകൊടുക്കുന്നില്ല. കൊള്ളാം. ബീഫ് സ്റ്റൂ ബീന ചേച്ചിന്റെ സ്പെഷ്യൽ. എന്റെ വീട്ടില് എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഉള്ള സമയം തുടങ്ങി ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്റ്റൂ പല നോട്ടിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ബീന ചേച്ചി ഇത് റിച്ച് ആണ്, ഇറ്റ്സ് നൈസ്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഗ്രേവി ആയാലും ശരി, അത് അപ്പമായിട്ട് നന്നായിട്ട് കോമ്പിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വെരി നൈസ്. അതിൻ്റെ പ്രസൻറ്റേഷൻ ഇപ്പോൾ ഒരു ഗ്രീൻ ടച്ചൊക്കെ കൊടുത്ത് അതിനകത്തൊരു കേരള ടച്ചൊക്കെ കൊടുത്ത് നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE. നമ്മുടെ രാമചന്ദ്രൻ. ഒളിച്ചിരുന്നു. ഇങ്ങോട്ട് വരാൻ പേടി. നിങ്ങളുടെ പേരെന്തോ പറയാൻ പറ്റാത്ത പേരെന്തോ ആയിരിക്കും. അവരുടെ എല്ലാം തുടങ്ങണേ ഉള്ളൂ. പേരിടാൻ നേരത്തെ ഞങ്ങളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കുക്കിംഗ് പറയുമ്പോൾ ഇന്നതാ ഈ വേഷം കണ്ടോളൂ. വേഷം കണ്ടല്ലോ. എന്താ പറയണ്ടേ? ഐബോവാൻ Come sa pasanipa? Ya pata la canasta per l'entrina. Le mazza che la vostra anglini. അല്ലേ? നല്ല തരത്തിലുള്ള ഭക്ഷണമാണ് ഇത്. കൊറിയൻ എന്തെങ്കിലും ഭക്ഷണം? കൊറിയൻ അല്ല, ഇത് ശ്രീലങ്കനാണ്. ഈ വേഷം ശ്രീലങ്കൻ വേഷമാണ്. നമ്മുടെ ഭാഷയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഭാഷയും കൂടിയാണ് സിംഗളം എന്നുള്ള ഭാഷ. അവിടുത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്ന പകുതി കൂടുതൽ ഫുഡും അവരുടെ ഫുഡാണ്. അപ്പം ശ്രീലങ്കയിൽ നിന്നാണ്, പുട്ട് ശ്രീലങ്കയിൽ നിന്നാണ്. ഇതെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീലിൽ നമ്മളെ തേങ്ങയുടെ രുചിയും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ശ്രീലങ്കൻ ഫ്ലേവേഴ്സ്. പോൾ സാമ്പൽ, സീനി സാമ്പൽ, അതിൻ്റെ കൂടെ ആല കിരിഹോദി. എന്താണ് ആലാക്കി? ആല കിരിഹോദി. സത്യം എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് അവിടെ സെർവ് ചെയ്യുമ്പോ കാണാൻ ആല എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, കിരി എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാല്, ഹോദി അതാണ് കറിയുടെ പേര്. ആല കിരി ഹോദി. അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇങ്ങനെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തത്? എന്നെ കൊണ്ട് പറ്റണോ ഇത്രയൊക്കെ? എനിക്കെന്നെ ഓർമ്മ മതി, മുത്തുക എന്ന് പറയുന്ന ഓർമ്മ. അപ്പൊ ശരി തന്നെ അല്ലേ? ഒരു ആശംസ പകർന്നിട്ടപ്പം മാറിയാലോ? മാറിയാ, കാരണം അവര് സമാധാനത്തോടെ അല്ലെങ്കിൽ ചെയ്യട്ടെ. ബഹുമസ്തുതി. അത് തന്നെ എല്ലാം തന്നെ. സോ ആദ്യം കുക്കിംഗ് ഇല്ലാത്ത ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള
പോൾ സാമ്പലാണ് നമ്മൾ തുടങ്ങുന്നത്. പോൾ സാമ്പൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ടാണ്. ശ്രീലങ്കയിലെ കോക്കനട്ട് നല്ല സ്വീറ്റാണ്, കാരണം ഇളം കരിക്ക് പോലെ ഇരിക്കും അവിടുത്തെ തേങ്ങ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിന് എത്രത്തോളം അടുത്ത് പോകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നോക്കാം. ഇത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉണക്ക നെത്തോലിയും കൂടെ ചേർത്ത്, മോൾഡീവിയൻ ഫിഷ് എന്ന് പറയും. അപ്പോൾ ഉണക്ക നെത്തോലിയും കൂടെ ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്ന പോൾ സാമ്പൽ. പക്ഷേ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള പോൾ സാമ്പലാണ് ഉണ്ടാക്കുന്നത്. ഒരു മുഴുവൻ തേങ്ങയും അതിൻ്റെ കൂടെ നാരങ്ങ, കറിവേപ്പില, പച്ചമുളക്, ചുവന്ന മുളക് പൊടി, അതിൻ്റെ ആ ഒരു മിക്സിന് നമ്മൾ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൈകൊണ്ട് ഞെരടി ഉണ്ടാക്കുന്ന അരപ്പിന് മിക്സി ആവശ്യമില്ലാത്ത ചോറോ ചപ്പാത്തിയോ എന്തിനാണെങ്കിലും ഏറ്റവും നല്ലത്. സോ ലെറ്റ് സ്റ്റാർട്ട് പോൾ സാമ്പൽ. അപ്പോൾ ചെറിയ ഉള്ളി ഇടുകയാണ്. ചെറിയ ഉള്ളിയുടെ ആസിഡാണ് അതിൻ്റെ ടേസ്റ്റ്. കറിവേപ്പില ഇതൊന്ന് റഫായിട്ട് മിക്സ് ചെയ്യാണ്, അളവ് നോക്കാൻ വേണ്ടി മാത്രം. ഇനിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. പോൾ സാമ്പൽ കഴിച്ച ഓർമ്മയില്ലേ? പോൾ സാമ്പൽ കഴിച്ച ഓർമ്മയില്ലേ? ഭയങ്കര തിരക്കാണ് അല്ല, ഇത് മതിയാ? മതി. ചുവന്ന മുളക് പൊടി കണ്ട് പേടിക്കണ്ട, ഇത് തേങ്ങയുടെ സ്വീറ്റ്നെസ്സിൽ ഈ എരിവ് അറിയില്ല. അപ്പോൾ പോൾ സാമ്പൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് കൂടെ കുറച്ച് നമ്മൾ പഞ്ചസാരയും കൂടി ഇടും. കാരണം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഈ മുളകിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തേങ്ങയുടെ സ്വീറ്റ്നെസ്സിൽ ആ മുളകിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. സോ കുറച്ച് പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇതിൽ ഇപ്പോൾ എരിവായി, ഉപ്പായി, തേങ്ങയുടെ സ്വീറ്റ്നെസ്സായി, കറിവേപ്പിലയുടെ ആ ടേസ്റ്റായി. അതിൻ്റെ കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നാരങ്ങയാണ്. നാരങ്ങ പിഴിയാൻ അറിയാത്ത ഇങ്ങനെയാണ് നാരങ്ങ പിഴിയേണ്ടത്. യെസ്, അപ്പോൾ പോൾ സാമ്പൽ റെഡി. ഓക്കെ, ഫ്ലേവർ ചെക്ക്. അതിനായിട്ട് ഞാൻ വേമുന്നു. പുളി കുറച്ചുകൂടെ ആവാം, കുറച്ചും കൂടി പുളി, ഒരു ഹാഫ് ലൈമും കൂടെ. അപ്പോൾ പോൾ സാമ്പൽ റെഡി ആയിട്ടുണ്ട്. പോൾ സാമ്പൽ ഇങ്ങനെയായിരിക്കാം. ഇടിച്ചമ്മന്തി പോലെ അവർക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും പോൾ സാമ്പൽ ഇല്ലാതെ പറ്റില്ല. യം. ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു. നൗ സീനി സാമ്പൽ. ഇത് ഒരു ചെറിയൊരു വേരിയേഷൻ. ഉള്ളി വഴറ്റിയത് തന്നെയാണ്, പക്ഷേ സീനി സാമ്പൽ അവർ കഴിക്കുന്നത് ഈ പോൾ സാമ്പൽ പോലെ തന്നെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഒരു ജാമി ടെക്സ്ചറാണ്, കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് കുറച്ച് കരിഞ്ഞ് ആ കാരമലൈസ്ഡ് ആയിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ. ശ്രീലങ്കയുടെ ഏറ്റവും ഫേവറേറ്റ് സ്പൈസ് സിനമൺ. അതായിരിക്കും അവരുടെ സ്റ്റൂ അല്ലെങ്കിൽ സീനി സാമ്പൽ എല്ലാത്തിൻ്റെയും ബേസിക് ഇത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിഷിനും നമ്മൾ കറുവപ്പട്ട യൂസ് ചെയ്യുന്നുണ്ട്. വലിയ ഉള്ളി, അതാണ് നമ്മൾ സീനി സാമ്പൽ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഉപ്പിടില്ല. ഉപ്പിടുന്നത് ഹാഫ് വേ കുക്ക് ആയതിനു ശേഷം. സീനി സാമ്പൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് പകുതി കുക്കായതിനു ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്യണം. കാരണം ഉള്ളിയിൽ നിന്നുള്ള വെള്ളം പുറത്ത് പോകണം, അതിന് ഇവാപ്പറേറ്റ് ചെയ്ത് ഒരു ജാമി ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ പകുതി കുക്ക് ചെയ്തതിനു ശേഷം മാത്രം ഉപ്പിടുക. ഉള്ളി വഴണ്ട് തുടങ്ങി. ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു. ഉള്ളി കുറച്ചായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് തുടങ്ങി. കാരമലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ സവാള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി. ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഈ വെള്ളം ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്യണം. സവാളയിലെ വെള്ളം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പൊടി വെള്ളം ആഡ് ചെയ്യും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പാപ്രിക്ക ആഡ് ചെയ്യാണ്. പാപ്രിക്ക യൂഷ്വലി അതിന് പകരം നേരത്തെ ചുവന്ന മുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്.
സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഒന്നും കൂടെ വേകാൻ വേണ്ടി അടച്ചു വയ്ക്കുകയാണ്. അതിനകം പുളി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സീനി സാമ്പൽ പിന്നെ എന്താ ഇതിനകത്ത് രണ്ട് ഇല്ല, ഇത് ഒരു ടച്ചിങ്സ് ആണ്. ഇനി മെയിൻ കറി നമ്മൾ ഉണ്ടാക്കും, അതാണ് ആലാക്കിരി റോട്ടി. ഇത് അച്ചാറ് പോലെയാണ്. ഇത് 2-3 മാസം. അയ്യോ എൻ്റെ അച്ചാറിൽ ചപ്പാത്തി ഓക്കെ, പുളി കൂടി നിൽക്കുന്നില്ലേ? അതാണ്. സോ ഒരു ഡിഷും കൂടെ കഴിയും. അടിപൊളിയല്ല, നല്ലൊരു ഗസല് പാടിയല്ലോ. നല്ലൊരു ഗസൽ പാടി കഴിയുമ്പോഴത്തേക്ക് മുട്ട റെഡിയാവും. ശരി, അപ്പോൾ ഏത് ഗസലാണ് വേണ്ടേ? ഒന്ന് രാത്രിന്ന് പാടിക്കേ, കണ്ണൂർ പോയപ്പോൾ. ഓക്കെ. शहर दर शहर लिए फिरता हूँ तन्हाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, और क्या नाम दूँ मैं तेरी शनासाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, सगमध धनि दल मग मनि दल मग म प ग म र रे ग म प म ग र ज़नि रे ज़नि ग म धनि सा जिस तरफ जाइए है खोखले लफ्ज़ों का हुजूम, कौन समझे यहाँ आवाज़ की गहराई को, कौन समझे यहाँ आवाज़ की गहराई को, शहर दर शहर. തണുത്ത വെള്ളം ഒഴിക്കാൻ. പൂർത്തിയാക്കട്ടെ പാട്ട്. शहर दर शहर. അടിയായി ഇതായില്ലേ? അയ്യോ ഗ്യാസ് പണി. ഇത് പൊളിച്ചോക്കട്ടെ. ആ പൊളിച്ചോ, ഒരെണ്ണം പൊളിക്ക്, പൊളിച്ചിട്ട് ഹാഫ് ആക്കാം. എന്തിനാ? ലൈക്ക് ദിസ്. ഇതിൽ പിഴിയും ലാസ്റ്റ്. ഇതിൽ കുറച്ചൊന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടേറ്റോ മാഷ് ചെയ്തിടുകയാണ്. അതിൽ തന്നെ ബാക്കി അത് കറീൻ്റെ ഫ്ലേവറായിട്ട് മാറും. കാരണം ഇതിൽ എഗ്ഗ് ഇടുന്ന കാരണം അതിന് ആ ഒരു കുറച്ച് കൊഴുപ്പ് കിട്ടാൻ. നീ എഗ്ഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കൊത്തമല്ലി ഇടണം, കറിവേപ്പില ഇടണം, ലൈം പിഴിയണം, മല്ലിയല്ല മല്ലിയില, മല്ലിച്ചപ്പ് എടുത്തിട്ടോ. പാൽ ഒഴിക്കണ്ടേ? തേങ്ങാപ്പാൽ. ഓക്കെ. रख
കേളി തൻ പേരുമഴക്കാൽ. ഓക്കെ ഇന്ന് ഞങ്ങളുടെ ചോയ്സ് ശ്രീലങ്ക. സോ ഐബോവാൻ എല്ലാവർക്കും ശ്രീലങ്കൻ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് സെർവ് ചെയ്തിരിക്കുന്നത് പോൾ സാമ്പൽ വിത്ത് സീനി സാമ്പൽ. സീനി സാമ്പൽ മോർ ഓഫ് എ പിക്കിൾ, കാരണം അത് 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ സീനി സാമ്പൽ കുറച്ച്, പോൾ സാമ്പൽ, അതിനോടൊപ്പം ആല കിരിഹോദി വിത്ത് എഗ്സ്. കിരിഹോദി എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ കറി എന്ന് തന്നെയാണ്. ആല എന്ന് പറഞ്ഞാൽ പൊട്ടേറ്റോ. സോ പൊട്ടേറ്റോ കറിയാണ്. യൂഷ്വലി അവരുടെ ഹൊദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സവാള മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതിൽ കുറച്ചുകൂടെ ആ ഒരു ഫ്ലേവർ ഇസ് ഗുഡ് വെൻ യു ഹാവ് പൊട്ടേറ്റോസ്. അങ്ങനെ ഉരുളക്കിഴങ്ങും സവാളയും ടിപ്പിക്കൽ ശ്രീലങ്കൻ കറിയിൽ എഗ്ഗും കൂടെ ആയി കഴിയുമ്പോൾ ഒരു ഫ്ലേവേർഡ് ചപ്പാത്തി, ജസ്റ്റ് ആ ഒരു ടേസ്റ്റിന് കൂടെ ഉണ്ടാവാൻ വേണ്ടി ഒരു ഫ്ലേവേർഡ് ചപ്പാത്തി, ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവേർഡ് ചപ്പാത്തി. സോ ഹെൽത്തി, ടേസ്റ്റി ശ്രീലങ്കൻ ഡിഷ്. അവർ ചോയ്സ് ഫ്ലേവേഴ്സ് ഓഫ് ശ്രീലങ്ക. ബഹുമസ്തുതി. അത് മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE. നമ്മുടെ രാമചന്ദ്രൻ. സോ ഫ്ലേവേഴ്സ് ഓഫ് ശ്രീലങ്ക എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. നൈസ്. ഇതിനകത്ത് പോൾ സമ്പാൽ, സീനി സമ്പാൽ, കിരിഹോലി. ശരിയല്ലേ? കിരിഹോലി. നല്ല ഐഡിയ കിട്ടിയോ? ഒന്നുമില്ല. ഞാൻ ബ്രീഫ് ചെയ്യാം. ബേസിക്കലി ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. വളരെ സിമ്പിൾ ഡിഷസ് ആണ്. നമ്മൾ ഈ പേര് കേൾക്കുമ്പോഴാണ് തോൽ എന്ന് പറഞ്ഞാൽ തേങ്ങ എന്നാണ് അർത്ഥം. പോൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ചമ്മന്തിയാണ്. ബേസിക്കലി അല്ല, നമ്മൾ കേൾക്കുമ്പോൾ ബേസിക്കലി ചമ്മന്തിയാണ്. പക്ഷെ അവരത് ക്യാരി ചെയ്യുന്ന സ്റ്റൈലാണ്. അപ്പം പിന്നെ വരുന്നത് അത് ആക്ച്വലി സ്പൈസി ആയിട്ട് വരും അല്ലേ? പോൾ സാമ്പാർ ഇസ് എ സ്പൈസി ഫുഡ്. നമുക്കൊരു ഡിഷ് വരുമ്പോൾ അത് അങ്ങനെ ആയിരിക്കണം വരുന്നത്. സീനി സാമ്പാർ എന്ന് പറയുന്നത് സീനി വല്ല ഐഡിയ ഉണ്ട്? ആരെങ്കിലും ഒന്ന് പറയാം. നവീനെ പൊളിച്ചാല പറയൂ. സീനി സാമ്പാർ എന്താ? സീനി സീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മധുരം. പഞ്ചസാരക്ക് ചിലയിടങ്ങളിൽ ചീനി എന്ന് അല്ലേ? അപ്പം ആദ്യം അദ്ദേഹം നമുക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സ്പൈസി, പിന്നെ തരാൻ പോകുന്നത് സീനി, ദാറ്റ് മീൻസ് സംതിങ് സ്വീറ്റ്, പിന്നെ കിരി ഹോഡി, സംതിങ് മൈൽഡ് അല്ലേ? സംതിങ് മൈൽഡ്. കോക്കനട്ട് മിൽക്കിലാണ്. എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കുന്ന? കാരണം കൊണ്ടുവരുന്നതിനും ഇവർക്കൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാമല്ലോ, എൻട്രി കൊടുക്കാം. കൊണ്ടുവാ. അല്ലേ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്ലേറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാരും ആ കോസ്റ്റ്യൂമിൽ വരിക ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കിരിഹോഡിയുടെ കളർ കോമ്പിനേഷനിലാണ് ഇദ്ദേഹം ചപ്പാത്തി. ഇത് ചപ്പാത്തി അല്ലേ? ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ചേർത്തിട്ടാണ്. അപ്പം അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ അനീഷ് ഒന്നും ഇങ്ങനെ പിടിച്ചു വരാൻ ചേച്ചി സ്റ്റൂ കണ്ടല്ലേ? ഞാൻ ബീനചേച്ചി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കോമ്പിനേഷൻ ഇല്ലേ പ്ലേറ്റിംഗ് നടന്നത്. സത്യം പറഞ്ഞ ഇദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇതിപ്പോ എന്റെ ടെൻഷൻ ഈ ഇതിന്റെ പേരെന്താ പറഞ്ഞ
ചീനി സാമ്പാർ. ചാമ്പലല്ലടാ, സാമ്പൽ. അല്ല, ഞാൻ സാമ്പാറാണെന്ന് വിചാരിച്ചു. ഞാനും സാമ്പൽ. സാമ്പാർ. ഒരു തീരുമാനത്തിലെത്തൂ. ഇത് 3 ഉള്ളൂ. ഒന്ന് ഷെഫിന്, ഒന്ന് സരയുവിന്, ഒന്ന് എനിക്ക്. ഒരു ചെറിയ ഞങ്ങൾ ഷെയർ ചെയ്തോളാം. നമ്മൾ ശരി അപ്സര വിഷമിക്കണ്ട, നമുക്ക് ഇദ്ദേഹത്തിന് ഒരു ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു. ശരി, ഡിഷിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ പൊതുവേ ശ്രീലങ്കൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം ശ്രീലങ്കനാണ് മോസ്റ്റ്ലി. കാരണം നമ്മൾ കഴിക്കുന്ന അപ്പം ശ്രീലങ്കയിൽ നിന്നാണ്, അത് അവരുടെ ഫുഡാണ്. പുട്ട് അവിടെ നിന്നുള്ള ഫുഡാണ്, ഇതൊന്നും കേരളത്തിൻ്റെ ഫുഡല്ല. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നമ്മൾ ട്രേഡേഴ്സ് പണ്ട് തിരുനെൽവേലി, നാഗർകോവിൽ സൈഡിൽ കൊളംബോയിൽ പോയ ആൾക്കാർ കൊണ്ടുവന്ന ഫുഡിൻ്റെ കൾച്ചറാണ് നമ്മൾ കഴിക്കുന്ന പലതും. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ തേങ്ങയും അവിടുത്തെ തേങ്ങയും തമ്മിലുള്ള വ്യത്യാസം, അവിടുത്തെ തേങ്ങയുടെ സ്വീറ്റ്നെസ് നമ്മൾ ശരിക്കും കരിക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും. അത്ര വെള്ളം കൂടുതലും മധുരം കൂടുതലുള്ള തേങ്ങയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ തേങ്ങയിൽ പോൾ സാമ്പലിന് ആ സ്വീറ്റ്നെസ് കുറവായിരിക്കും. ബട്ട് ഇറ്റ് ഇറ്റ്സ് സ്പൈസി. അപ്പോൾ അതിൽ അവർ ചേർക്കുന്ന, ഇപ്പോൾ കിരിഹോതി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാഗർകോവിൽ തിരുനെൽവേലി സൈഡിൽ കല്യാണം നടക്കുമ്പോൾ അവർ മാപ്പിള സ്വതി എന്ന് പറയുന്നത് ഈ കിരിഹോതിൻ്റെ വേറൊരു വേർഷനാണ്. അതില്ലാതെ കല്യാണം നടക്കില്ല. അപ്പൊ അത് അത്രയ്ക്കൊരു പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ അറിവുകളാണോ? കുക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലില്ല, കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് പറഞ്ഞിരുന്നു. ആ പാട്ട് നമ്മൾ എല്ലാവരും പാടിയിട്ടുണ്ട്. അത് ശ്രീലങ്കൻ പാട്ടാണ്, എല്ലാവരും പാടിയിട്ടുണ്ട്. ഏത് പാട്ടാ? സുരാംഗനി സുരാംഗനിക്ക മാലിക് എന്ന പാട്ട്. അത് ശ്രീലങ്കൻ പാട്ടാണ്. സുരാംഗനി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ, അവർക്ക് വേണ്ടി മീൻ കൊണ്ടുവരൂ എന്നാണ് സുരാംഗനിക്ക. രണ്ടുപേരും കേട്ടുകൊണ്ട് നമുക്കിത് കഴിക്കുമ്പോ സുരാംഗനി സുരാംഗനി സുരാംഗനിക്ക മാലിക് എന്നാവാ മാല് 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 സുരാംഗനിക്ക മാല് സുരാംഗനിക്ക മാലിക് എന്നാവാ. നിനക്ക് എന്നെ നോക്കി പാടാം സുരാംഗനി. സോറി, നോട്ട് ഓൺലി ബ്രേക്ക് പറഞ്ഞ വിളിച്ച് പറയാം, ഇനി മുതൽ എന്നെ അങ്ങനെ എന്നെ ഇനി അങ്ങനെ വിളിക്കാം. നീ പോടെ അവിടെ. അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ സ്പൈസി ആയിട്ടുള്ള ഡിഷ് ട്രൈ ചെയ്യാം. അതാണ് ആക്ച്വലി പോൾ സാമ്പൽ. അത് കോക്കനട്ട് അല്ലേ? പോൾ സാമ്പലിന്റെ സ്പെഷ്യാലിറ്റി, കോക്കനട്ട് ആണ്. പോൾ സാമ്പലിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് മിക്സിയോ ഒന്നുമില്ലാതെ തന്നെ കൈകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ബേസിക് ആയിട്ടുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ആകെ ഒരു പാത്രം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ചുരണ്ടി തേങ്ങ കൈ വേണം. എങ്ങനെയുണ്ട്? പറഞ്ഞ പോലെ തന്നെ അല്ല, അദ്ദേഹം പറഞ്ഞോണ്ടേ ആസ്വദിച്ചു. എനിക്ക് ഈ സ്പൈസി ടേസ്റ്റ് കുറച്ച് മുമ്പിൽ നിൽക്കുന്ന എപ്പോഴും ഇഷ്ടമാണ്. സോ ഒരുപാട് ആസ്വദിച്ചു. എല്ലാത്തിനും ഒരു ബ്ലെൻഡ് ഉണ്ടായിരുന്നു. ഗുഡ്. ഇനി ആധികാരികമായി ഞാൻ പറഞ്ഞല്ലോ, പോൾ സാമ്പൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി തേങ്ങ ചമ്മന്തി എന്നുള്ളത് തന്നെയാണ്. അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇറ്റ്സ് നൈസ്. പിന്നെ സ്വീറ്റ്നെസ്സും ഉണ്ട്. പക്ഷേ എനിക്ക് അതിനകത്ത് സിനമൻ കുറച്ച് മുമ്പോട്ട് നിൽക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് അത് ഒരു ഫ്ലേവറായിട്ട് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ റെസിപ്പികളാണ്. അതിനകത്തും ആ സ്വീറ്റ്നെസ് നിൽക്കുന്നുണ്ട്. നൈസ്. ടേസ്റ്റ് വൈസ് ഇറ്റ്സ് നൈസ്. മാത്രമല്ല ആ എഗ്ഗിനോട് ചെയ്തേക്കുന്ന ജസ്റ്റിഫിക്കേഷൻ. കാരണം സാധാരണ നമ്മളൊരു കോഴിമുട്ട നമ്മളെല്ലാവരും മുട്ട റോസ്റ്റ് കഴിക്കും അല്ലേ, അപ്പവും മുട്ട റോസ്റ്റ് കഴിക്കും. ഈ ഹോട്ടലിലെ ബിരിയാണി ആയാലും മുട്ട റോസ്റ്റ് ആയാലും നിങ്ങൾ തുറന്നു നോക്കണം, അതിനകത്ത് ആ മഞ്ഞയ്ക്കകത്തൊരു കറുപ്പ് പിടിക്കും. അത് ഒരു ഗുണവുമില്ല. ആക്ച്വലി 8 മിനിറ്റ് ഒരു മുട്ട ബോയിൽ ചെയ്യാവും. 8 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം 2 മിനിറ്റ് തണുക്കാൻ വിടുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് പൊടിച്ച് കഴിക്കുക. ആ മുട്ടയുടെ ടേസ്റ്റ് അപാരമായിരിക്കും. സിമ്പിൾ മുട്ട പുഴുങ്ങിയതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ 1 മണിക്കൂറാണ് മനു മുട്ട പുഴുങ്ങാൻ.
ചെല്ലുമ്പോഴത്തേക്കും ചന്നാ പിന്നെ കിടക്കും. ഓട് പൊട്ടി ഇങ്ങനെ കിടക്കും. കോഴി കെട്ടിട്ട് പുള്ളി മേളിലേക്ക് പോകും. അവിടെ പോയി ഒരു 5-6 മെസ്സേജ് ഒക്കെ ഇട്ട് കുറെ കഴിഞ്ഞ് പോറ് കഴിയുമ്പോഴേക്കും എടി മുട്ട നോക്കി ഇല്ല എന്നോട് പറഞ്ഞില്ല. ഒരു മിനിമം ഒരു മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും കറുപ്പും വേറെ പല പല ആ മുട്ട വെള്ളത്തിൽ കിടന്ന് ചീത്ത വിളിക്കായിരുന്നു. 8 minutes അല്ലേ? 8 minutes. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. നമ്മളെല്ലാം നന്നായിട്ട് ഒഴുകി കിട്ടും. കറക്റ്റ് 8 മിനിറ്റ്. എന്നിട്ട് 2 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ ഇട്ടേ. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് ജസ്റ്റ് തണുത്ത വെള്ളം ഇല്ല റണ്ണിങ് വാട്ടറിനകത്ത് പൊളിച്ചെടുക്കുക. അടിപൊളി. ആ മുട്ട കഴിക്കാൻ തന്നെ ഭയങ്കര അതിൻ്റെ റിയൽ ഫീലിംഗ് കഴിക്കാൻ പറ്റും. അതാണ് ഇന്ന് ക്രിസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ മുട്ടയ്ക്ക് കൊടുത്തിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ക്രിസ് ആൻഡ് ദിവ്യ സൂപ്പർ. താങ്ക് യു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE നമ്മുടെ രാമചന്ദ്രൻ. ഈ പാചകത്തിന്റെ റിസൾട്ടിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ധാരാളം അറിവുകളുണ്ട് അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഓരോ ദിവസം തോറും നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ ഇങ്ങനെ അറിവിന്റെ പുതിയ പുതിയ ഭാഗങ്ങൾ നമുക്ക് പകർന്നു തരിക. നമ്മളെല്ലാവരും ഒരു ഡിസ്കഷനും കൂടെ ആകുമ്പോഴത്തേക്ക് നന്നായി വരുന്നല്ലേ? എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ച് ആസ്വദിക്കുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് ഇപ്പം കലയോ കഴിവോ സമയമോ എല്ലാം ഉൾപ്പെടുത്തി ഒടുക്കിയ സ്നേഹവും കൂടെ ചേർക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് പുറമെ നമ്മൾ അറിയാതെ പോലും പല ഭക്ഷണങ്ങൾക്ക് ഒരു ചരിത്രം ഉണ്ടെന്നും അത് വന്ന വഴി ഇങ്ങനെയാണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നിസ്സാരമായി വിട്ടുപോകുന്ന പല കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. കണ്ടിട്ടും കാണാതെ പോകുന്ന, അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്നുകൂടെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ, പലരുടെയും അനുഭവങ്ങളിലൂടെ ഓർമ്മകളിലൂടെ ഒക്കെ നമ്മുടെ ഈ യാത്ര കടന്നു പോകുകയാണ്. എന്തായാലും ഈ നമ്മുടെ കിച്ചൺ മാജിക് ഒരു ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിരുന്നത്. നമുക്കും മാത്രമല്ല പ്രേക്ഷകർക്കും കരുതുന്നു. കാരണം പാചകം മാത്രമല്ല, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. ഇനിയിപ്പോ ടെൻഷനുള്ള നിമിഷമുണ്ട്, നെഞ്ചിരിപ്പിന്റെ നിമിഷങ്ങൾ. ഇന്ന് റിസൾട്ട് പറയുന്നത് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ ഈ പണി എനിക്ക് വിചാരിച്ചില്ല സത്യം പറഞ്ഞു. പക്ഷെ കഴിച്ച ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റിസൾട്ട് എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ബിക്കോസ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഏറ്റവും മികച്ച ഒരു പാചകം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് സെക്കൻഡ് ആദ്യം പറയാൻ തോന്നുന്നു അല്ലേ? സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നവീൻ ചേട്ടൻ, അൻപീന ചേച്ചി. സമ്മാനമുണ്ട്, മിൽമ നൽകുന്ന സമ്മാനമുണ്ട്. സന്തോഷം. ഞങ്ങള് ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മ ഒരു കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് പാചക കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ച ആളാ നിൽക്കുന്നത്. പിന്നെ ഇവിടെ പതിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് പറയും, പക്ഷെ ഭയങ്കരമായ ഇപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന പോലത്തെ ഭയങ്കര ഡിഷസ് ഒന്നും ചെയ്യാൻ ഞങ്ങൾ വീട്ടിലുള്ള നോർമൽ ചേച്ചി ഇത് ഫസ്റ്റ് സെക്കൻഡ് കരുതണ്ട, ചെറിയ മാർക്കറിയ അങ്ങനെ ആടി ഇപ്പൊ ഡാൻസ് കളിക്കുന്നുണ്ടോ? ലാസ്റ്റല്ലേ, ലാസ്റ്റ് ഉണ്ടല്ലോ ആഘോഷം. അപ്പൊ ഇനിയാണ് 3 ടീമുണ്ട്. ഇനി എവിടെ ചേച്ചി എന്ത് തോന്നുന്നു? അങ്ങനെ തോന്നില്ല. കാരണം ഇന്ന് സത്യം പറഞ്ഞ ഈ പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ അല്ല, ഈ റിസൾട്ടുകളും അങ്ങനെ തന്നെയാണ്. വ്യത്യാസങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഷെഫ് റിസൾട്ട് എന്നിട്ട് ഓടിക്കളഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നാലും? കാരണം എല്ലാം നന്നായി ചെയ്തു. ഇതേ കൺഫ്യൂഷനിലാണ്. ഓക്കെ, റെഡി.
ഒറ്റയടിക്ക് പറയുവാണോ അതെ ചിന്ന ഭിന്നമാക്കി പറയാം. ചിന്ന ഭിന്നമാക്കുന്നില്ല. ഫസ്റ്റ് പ്രൈസ് നേരെ ഞങ്ങൾ പറയാം. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് എത്രയൊക്കെ പ്രൊഫഷണൽ ആണെങ്കിലും അതിലൊരു ഇമോഷണൽ ടച്ച് ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു മേന്മ വരും. സോ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ദീപനാണ് ചേച്ചി. നാദരെയും കൃഷ്ണ പറഞ്ഞു അടുത്ത അമ്മ പഴങ്കഞ്ഞി. ഇവരിത് സെന്റിമെന്റ്സ് ഇവിടെ പറഞ്ഞപ്പോ തന്നെ നവീൻ എന്റെ അടുത്ത് പറഞ്ഞറിയാമോ, ചേച്ചി അടുത്ത ചേച്ചി എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനത്തെ പിടിക്കട്ടോ. ഞാൻ പറഞ്ഞു, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ഞങ്ങളുടെ ഉള്ളിൽ പക്ഷേ സത്യം പറയട്ടെ, അല്ല ഉള്ളിന്ന് വരട്ടെ, നല്ല വരണല്ലോ. പക്ഷെ അടുത്തത് നിങ്ങൾ ഇടരുത്. അടുത്ത വേറെ ആരും പിടിക്കരുത്. അമ്മ സ്പെഷ്യൽ ഇത് സത്യമായിട്ടും ഈ ഒരു റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫസ്റ്റിലെ തന്നെ ദീപം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ഞങ്ങളുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു, അതൊക്കെ സത്യം തന്നെ. പക്ഷെ ഇനി നീ ആവണിടരുത്, കാരണം ഞങ്ങൾക്ക് ചാൻസ് തരണം. എനിക്ക് എന്റെ അമ്മച്ചിന്റെ ഉണ്ട്, എന്റെ അപ്പച്ചന്റെ ഉണ്ട്, ഇതൊക്കെ ഞാൻ ഈ ബന്ധുക്കളുടെ പേരിടാൻ പറ്റുള്ള പരിപാടിയല്ലേ എന്റെ വകയിലെ അളിയന്റെ അടുത്തത് എന്റെ വകയിലെ അളിയന്റെ ചിരട്ടപ്പുട്ട്. എന്റെ വകയിലെ അളിയന്റെ ചിരട്ടപ്പുട്ട്. അനീഷ, ഞങ്ങൾക്കും അമ്മ, കുഞ്ഞമ്മ, അമ്മാവൻ അങ്ങനെ കുറെ പേരുണ്ട്. അല്ല നിങ്ങളങ്ങനെ ഗ്രാൻഡ് പാ. ഏയ് കണ്ണൂർ അങ്ങനെയല്ല. സീരിയസ്ലി ഇത് കാണുന്ന കുടുംബ പ്രേക്ഷകരാണ്. കുടുംബ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നമ്മുടെ സ്നേഹവും ഇഷ്ടമൊക്കെ അവരിങ്ങനെ ചേർത്ത് പിടിക്കും. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമ്മള് ഫിറ ഫുഡ്സ് നൽകുന്ന സമ്മാനമാണ് യമന ചേച്ചിക്കും ദീപനും കൂടെ ഉള്ളത്. നല്ല വെയിറ്റ് ഉള്ള സംഭവം. പ്രിയപ്പെട്ട സലീം ഫിറ ഫുഡ്സ് നൽകുന്ന സമ്മാനമാണ്. സമ്മാനം കാരണം സരോവിന്റെ മുഖം പറഞ്ഞു. നിങ്ങളുടെ പ്രസന്റേഷനും ഭയങ്കര ഭംഗിയായിരുന്നു അല്ലേ? ഇവര് പ്രസന്റ് ചെയ്തു. അല്ല, എനിക്ക് ശരിക്കും കുക്കിങ്ങിനേക്കാൾ എനിക്ക് അത് ഭയങ്കര പാഷനാണ്. ഈ പക്ഷെ ഇവരില്ലെന്നേ അത്. വികാരമില്ലെന്നാ ഞാൻ cook ചെയ്തിട്ടുണ്ട്. ഇവര് കുക്ക് ചെയ്യുന്നത് ഞാനാണ് കൂടുതലും. കുക്കിംഗ് എല്ലാം ഞാൻ ചെയ്യും, പക്ഷെ പ്രസന്റേഷൻ അവനാ. കാരണം അല്ല അതാ പറഞ്ഞ എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാം. ഒരു കാര്യം വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സരയു നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള ആളാണ്. സരയു വന്നതിൽ ഒരുപാട് സന്തോഷം. സരയു ഡാൻസ്. ഞാൻ ഇതിപ്പോ നമ്മുടെ ഷെഫ് നടനെ വിളിച്ചിട്ട് പാചകം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറയൂ? അദ്ദേഹം പാചകം ചെയ്യിപ്പിക്കുമല്ലോ. സരയു വരുന്നു, സരയു ഡാൻസ് കളിക്കുന്നു, സരയുവിന് സപ്പോർട്ട് ചെയ്ത് നമ്മളും കളിക്കുന്നു. ഇന്ന് യാത്ര പറഞ്ഞു പോകാനുള്ള സമയമായില്ലേ നമുക്ക്? partner Minolta Asian Healthy Cooking Anish Ravi costume sponsored by Dhanya Furniture